മക്കളെ, എല്ലാവരും പഠിക്കുന്നത് നമ്മളെ പുഷ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രഷർ ചെയ്യാറുണ്ട് അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ തോന്നുന്നത് മിക്കപ്പോഴും എക്സാമിൻ്റെ തലേദിവസമായിരിക്കും. പക്ഷേ അതിനുള്ള 8ൻ്റെ പണി നമുക്ക് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ കിട്ടാറുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണം നമ്മുടെ ഓണപരീക്ഷയ്ക്ക് തന്നെയായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ലൈഫിൽ നമുക്ക് ഇപ്പോഴുള്ള ആകെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പ്രശ്നമായിട്ട് കാണുന്നതിന് പകരം നമ്മൾ ഇഷ്ടപ്പെട്ടൊന്ന് പഠിക്കാനിരുന്നാലോ? ഈ പഠിക്കുന്നത് സമയത്ത് നല്ല രീതിയിലൊരു സ്ട്രാറ്റജിയോടുകൂടെ ഒരു പ്ലാൻ സെറ്റാക്കി പഠിച്ചാൽ തന്നെ നമ്മുടെ 90% പ്രശ്നങ്ങളും മാറിക്കഴിഞ്ഞു. കാരണം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നു ഇത് പഠിക്കണമല്ലോ, അല്ലെങ്കിൽ ഈ മാർക്ക് മേടിക്കണമല്ലോ, ഇത് മാത്രമാണ് നമ്മുടെ ബ്രെയിനിന് തന്നെ പ്രഷർ കൊടുക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിനിന് 8ൻ്റെ പണി കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇതെല്ലാം കൂടെ പഠിക്കാൻ വേണ്ടി ഇരിക്കുമോ? ഇല്ല. അപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെയധികം കാഷ്വൽ ആയിട്ട് തന്നെ നമ്മളുടെ ഡെയിലി റുട്ടീനിൽ തന്നെ ടൈം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്താൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ടൈം ടേബിളാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിൻ്റെ ക്ലാസ്സസ് തന്നെയാണ്. നമ്മുടെ ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിലെ പഠനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നിങ്ങളൊരു കുളിയൊക്കെ പാസ്സാക്കി ഈസി ആയിട്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾ വന്നിരിക്കുന്നു, ചെറിയ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഇരിക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിച്ചുകൊണ്ടും, അത് മാത്രമല്ല നിങ്ങൾക്കിനി സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള പേൾ വീഡിയോസുകളും സ്ലൈഡ്സുകളും മാത്രമല്ല സ്കൂളിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് കാണാനുള്ള അവസരമില്ല. പക്ഷെ നമ്മുടെ ബാച്ചിലെ ഓരോ ക്ലാസ്സസും നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്ത് വീണ്ടും നോക്കി പഠിക്കാനുള്ള അവസരമുണ്ട്. നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ യൂണിറ്റ് ടെസ്റ്റുകളുണ്ട്, മൊഡ്യൂൾ എക്സാമുകളുണ്ട്, പോൾ അറ്റാക്കുകളുണ്ട്. അതുകൂടാതെ തന്നെ ഇൻസ്റ്റാലേൺ പോലത്തെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും അധികം ഫീച്ചേഴ്സ് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിലുമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഓഫർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ ഓഫർ കഴിഞ്ഞു പോയല്ലോ, ഇനി കിട്ടൂലല്ലോ എന്ന് വിഷമിച്ചിരിക്കേണ്ട. ഓഫർ നിങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താലും വീണ്ടും 15 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ 15% ഓഫർ ഉണ്ട്. അപ്പോൾ ദീപാവലിയൊക്കെ അല്ലേ, ഇങ്ങനത്തെ ഹോളിഡേയ്സ് ഒക്കെ കിട്ടുമ്പോൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാക്സിമം പഠിക്കാൻ പറ്റും. കുറേ തരത്തിലുള്ള മേളകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പല ആക്ടിവിറ്റീസൊക്കെ വരും. അതിലും നിങ്ങൾ എൻജോയ് ചെയ്യണം, പക്ഷേ കൂടെ നിങ്ങളുടെ പഠനം വിട്ടു പോവുകയും ചെയ്യരുത്. അപ്പോൾ രണ്ടും ഏറ്റവും നല്ല പ്ലാനോടുകൂടെ ഒരേപോലെ തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. ഒട്ടും സമയം കളയാതെ വേഗം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് ഒരു ടൈം ടേബിൾ ആൻഡ് പ്ലാൻ സെറ്റാക്കി തന്നെ പഠിച്ചാൽ നിങ്ങൾ ഏത് ലെവലിലാണോ അത് ഏറ്റവും നല്ല ഈ ലെവലിലേക്ക് ഉയർത്താനുള്ള അവസരം കൂടിയാണിത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.